ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കൊടൈക്കനാലിൽ ടൂറ് പോയൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേങ്കിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ അവസാനം വരെ കാണണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോഴേ മൂടി പതച്ച് തണുത്തിട്ട് എനിക്ക് ഒന്നിനും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോണ് പൊട്ടിപ്പോയത് കാരണം നമ്മൾ ഈ വ്ളോഗ് എടുക്കുമ്പോഴേ ഈ സ്റ്റാൻഡിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഫോൺ വന്ന് താഴത്ത് വന്ന് തപ്പനെ പൊട്ടിപ്പോയിട്ടാ. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് ഇത്തിരി വെയിലൊക്കെ ഉറച്ചപ്പോഴത്തേക്കും തണുപ്പൊക്കെ മാറിയിട്ട് ഞാൻ ഇത്തിരിയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചൊരു റിസോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ താഴത്ത് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ഊഞ്ഞാലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സായിയാണ് എനിക്ക് ഫോട്ടോ എടുത്ത് തന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നും കിടന്നും നിന്നൊക്കെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. അതിനിടയ്ക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ചാണകത്തിൽ ചവിട്ടിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് എന്താണ്, ഇവിടെ കുതിരേനെ കൊണ്ട് കെട്ടുമായിരിക്കും, ഇവർക്ക് കുതിര കാണും, ഇപ്പോൾ കുതിരേനെ കൊണ്ട് കെട്ടും, അതിൻ്റെ ചാണകമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാനാണെങ്കിൽ ചുമന്ന ഉടുപ്പാണ് ഇവിടെ ഇട്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതിനെയാണ് പറയുന്ന മക്കളെ ദൈവഭാഗ്യം ഉണ്ട് എന്നുള്ളത് ഇതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചുവന്ന ഉടുപ്പും ഒക്കെ ഇട്ട് ഈ ഗ്രൗണ്ട് പോലെ കിടക്കുന്നില്ല, ഈ പുൽമേട്, അതെ പുൽമേടിലോട്ട് ഇങ്ങനെ ഓടി ചാടി മറിഞ്ഞ് കളിച്ച് ഫോട്ടോ എടുപ്പും ഊഞ്ഞാലാട്ടവും ചിരിയും ബഹളമൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എന്താണ് പറയണേ, നമ്മളെ ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു 3 മണി വരെ ഇവിടെ കിടന്ന് മറിച്ചിലായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാഹസമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 3 മണിക്ക് ഫുഡ് കഴിക്കാൻ അടുത്തൊരു ഹോട്ടലിൽ പോയി കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് തിരിച്ച് നമ്മൾ വന്നിട്ട് നമ്മൾ വെയിലായതുകൊണ്ട് വെയിൽ താന്നിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അത്രയും നേരം ചുമന്ന ഉടുപ്പ് ഇട്ട് എന്താണ് കളിച്ച് മറിഞ്ഞ് കിടന്ന സ്ഥലത്ത് ആരാ വന്നിക്കണേന്ന് വെച്ചാൽ കാട്ടുപോത്താണ് മക്കളെ, കാട്ടുപോത്ത്. അങ്ങനെ കാട്ടുപോത്ത് വന്ന് അവിടെ മേഞ്ഞ ആകെ സീനാണ്. ഈ കാട്ടുപോത്ത് പെട്ടെന്ന് ഇടിച്ചു കയറി അവിടേക്ക് വരികയായിരുന്നു. അപ്പം നിരന്തരം വരും, ദിവസവും വന്ന് പുല്ല് തിന്നിട്ട് പോകുന്ന അവരുടെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം അവരെ ഓട്ടിക്കുന്നുണ്ട്, പ്രത്യേകം സൗണ്ടൊക്കെ ഉണ്ടാക്കി. ഇത് ഇടിച്ച് കയറി ഗേറ്റ് കടന്ന് വരുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും നേരം ഞാൻ അവിടെ കിടന്ന് കളിച്ച് മറിയായിരുന്നു. ഊഞ്ഞാല് നമ്മൾ കളിച്ചത്, ഫോട്ടോ എടുത്ത സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. ദൈവം എന്നുള്ള ഒരാളുള്ളൂടെ ഞാനും പിള്ളേർ രക്ഷപ്പെട്ടു. അതും ചുമന്ന ഡ്രസ്സ്. അതെങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത്